തൃശൂർ ചേർപ്പിൽ മിന്നൽ ചുഴലിയിൽ മരമൊടിഞ്ഞു വീണ് വീടുകൾ തകർന്നു. പുലർച്ചെ 3 മണിയോടെയാണ് മുള്ളക്കര പ്രദേശത്ത് മിന്നൽ ചുഴലി വ്യാപക നാശം വിതച്ചത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലം സന്ദർശിച്ച് CC മുകുന്ദൻ MLA. നാശനഷ്ടം സംഭവിച്ചവർക്ക് സഹായം ലഭ്യമാക്കുമെന്നും MLA. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ K. ഉണ്ണികൃഷ്ണന് സമർപ്പിച്ചു. തൃശൂർ ചേറൂർ സാഹിതിയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിൽ സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം പുരസ്കാരം സമർപ്പിച്ചു. കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. 4 മാസം ഗർഭിണിയായ ദിയ എന്ന കുതിരയാണ് ആക്രമണത്തിന് ഇരയായത്. ആലപ്പുഴയിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചത് ചമ്പക്കുളം പഞ്ചായത്തിലെ 34 കുട്ടികളെ. പരിപാടി CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി K. രാജൻ. പഞ്ചായത്തിലെ 7 സെന്റ് പുറമ്പോക്ക് സ്ഥലത്ത് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് 28 ലക്ഷം രൂപ. 3ാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേയിൽ എളവള്ളി വില്ലേജിന് പ്രാഥമിക പരിഗണനയെന്നും മന്ത്രി. മലപ്പുറം വളാഞ്ചേരി ഹൈസ്കൂളിൽ 1976-77 SSLC ബാച്ച് ഒത്തുചേരലും കുടുംബസംഗമവും നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് കാരശ്ശേരി മാലാംകുന്നിൽ മദ്യലഹരിയിൽ കിണറ്റിൽ ചാടി യുവാവ്. സംഭവം രാത്രി 11 മണിയോടെ. മാലാംകുന്ന് സ്വദേശി ആകസ്മിതാണ് കിണറ്റിൽ ചാടിയത്. മുക്കം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെത്തിച്ചു. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ യുവാവ് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അഖിലേന്ത്യാ റാങ്കിംഗ് ടൂർണമെന്റിൽ സെമി ഫൈനലിലെത്തിയ എലീസ ദ്രോണയെയും ഓൾ കേരള മാസ്റ്റേഴ്സ് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ റണ്ണേഴ്സായ രാജീവൻ റഷീദ് എന്നിവരെയും ആദരിച്ചു. ചുണ്ടങ്ങാപ്പൊയിൽ ചെന്താര ഷട്ടിൽസിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന യോഗം. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉപഹാരങ്ങൾ നൽകി. എറണാകുളം ബംഗളൂരു സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. ആരംഭിച്ചത് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ബുക്കിംഗ്. സർവീസ് ഈ മാസം 31 മുതൽ. കണ്ണൂരിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം. വ്യാപകമായി നശിച്ചത് വെള്ളരിയാനം സ്വദേശി പ്രതീഷ് കുട്ടന്റെ വാഴകൃഷി. വാഴയ്ക്ക് പുറമെ ഇടവിളയായി കൃഷി ചെയ്ത മരച്ചീനിക്കും നാശം. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്. കണ്ണൂർ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്ത്. കണ്ടോന്താറിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് പോകുന്ന കാറിനാണ് തീപിടിച്ചത്. പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തിയതിനാൽ അപകടം ഒഴിവായി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു.